നമ്മുടെ മുൻപുള്ള വീഡിയോകളിലൊക്കെ തന്നെ സൈലൻറ്റ് വേവിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ സാധാരണഗതിയിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ആളുകൾ വോട്ട് ചെയ്യാറുള്ളത് അവിടുത്തെ ലോക്കൽ ഇഷ്യൂസിനും അവിടുത്തെ കാൻഡിഡേറ്റ്സിനും നോക്കിയിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അവർ വളരെ ഹൈലി പൊളിറ്റിക്കലായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്തത്. സമാനമായിട്ട് ഈ ഒരു അടുത്തൊരു 120 ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അടുത്തൊരു ഇലക്ഷനിലും ഒരു ചേഞ്ചും CPM ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു മാൻഡേറ്റിനെ മറ്റൊരു തരത്തിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാത്ത സംസാരങ്ങളാണ് CPM ലീഡേഴ്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് അതേ ഒരു മാൻഡേറ്റ് യഥാർത്ഥത്തിൽ UDFന് കൊടുക്കുകയാണ്. ഇത് പ്യുവറായിട്ടും ആൻറ്റി ഇൻകംബൻസിയാണ്. അതുപോലെ തന്നെ CPM എന്നുള്ള പാർട്ടിയോടും പാർട്ടി സിസ്റ്റത്തോടുമുള്ള ആളുകളുടെ നിരാശയും നീരസവുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വോട്ടിങ്ങിലേക്ക് ഇങ്ങനൊരു വോട്ടിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത്. നോക്കൂ, CPMൻ്റെ വലിയ ലീഡേഴ്സ് ഇപ്പം KN ബാലഗോപാൽ, CPM ഈ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് KN ബാലഗോപാൽ. KN ബാലഗോപാൽ 1000-ൽ പരം വോട്ടുകൾക്കാണ് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വിജയിക്കുന്നത്. അതുപോലെ തന്നെ CPMൻ്റെ കോട്ടയായ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് 7000 വോട്ടിന് മാത്രമാണ് വിജയിച്ചു വരുന്നത്. ഈവൻ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി സ്ട്രഗിൾ ചെയ്തു. അതുപോലെ തന്നെ മട്ടന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയിച്ചെങ്കിലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു വരുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മാൻഡേറ്റ് CPMനെതിരെ ഗവൺമെൻറ്റിനെതിരെ യൂസ് ചെയ്തതിൻ്റെ ഒരു ഫലം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്.